വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ, ആ ഗുരുവായൂരിലെ കൃഷ്ണനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്, അവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിൽ, അതിനു മുന്നേയുള്ള കാര്യം പറയാം, എന്നാലും പെട്ടെന്ന് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായിട്ടുള്ള വാസുദേവ ദേവകീ ദമ്പതിമാർ, വാസുദേവനും ദേവകിയും ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്. കൃഷ്ണന്റെ രൂപത്തിലാണ് നമ്മളെല്ലാം ഗുരുവായൂരപ്പനെ പറയുന്നതെന്നുണ്ടെങ്കിലും ശരിക്കും അവിടുത്തെ വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. പക്ഷേ അവിടുത്തെ പ്രഭാവം കൃഷ്ണൻ്റെതാണ്. വിഗ്രഹം എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെതാണ് എന്നുണ്ടെങ്കിലും ഭാവം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ അത്യന്ത ബാലമതസീ കുസുമം പ്രകാശം അതിബാലസ്വരൂപനായ തേജസ്വിയായ ഒരു കുഞ്ഞാണ് അവിടുത്തെ ശരിക്കുള്ള പ്രഭാവം. അനുഗ്രഹം ചൊരിയുന്നത് ഭഗവാൻ ആ രീതിയിലാണ്. അങ്ങനെയുള്ള ആ കുഞ്ഞു കൃഷ്ണൻ, ആ കൃഷ്ണനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന പക്ഷം, മനസ്സിൽ പ്രാർത്ഥിക്കുന്ന പക്ഷം, നിഷ്കാമ ഭക്തിയായിട്ട് അദ്ദേഹത്തിനെ ആരാധിച്ചാൽ പോലും എന്ത് ലഭിക്കും? എല്ലാം ലഭിക്കും. എന്നാലും പ്രധാനമായ 3 കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ആ വിഗ്രഹം തന്നെ പാതാളാഞ്ജന ശില എന്നാണ് പറയുന്നത്. വളരെ വിശേഷപ്പെട്ട പാതാളാഞ്ജന ശിലയാണ് ഗുരുവായൂരിലെ വിഗ്രഹം. അത് അഭിഷേകം ചെയ്യുന്നത്, വാകച്ചാർത്തൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട രീതിയിലാണ്. ആ വിഗ്രഹം ദ്വാപരാന്ത്യത്തിൽ, ആ യുഗാന്ത്യത്തിലുള്ള മഹാപ്രളയത്തിൽ ഗുരുവും വായുവും, ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നാണ്, പഞ്ചഭൂതങ്ങളിൽ വായുദേവനും ചേർന്നാണ് ഗുരുവായൂർ എന്നുള്ള ആ സ്ഥലത്ത്, ഗുരുവായൂർ എന്നുള്ള സ്ഥലത്തല്ല, ശരിക്ക് അവർ ആ വിഗ്രഹം പ്രളയത്തിൽ നിന്ന് വീണ്ടെടുത്ത് അത് പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലം തേടി അലഞ്ഞ് ഒടുവിൽ ശിവൻ തപസ്സനുഷ്ഠിക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ കണ്ടെത്തുകയും അതിനോട് ചേർന്ന് ശിവൻ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സ്ഥലം എന്താണോ, രുദ്രതീർത്ഥത്തിനടുത്തെന്നാണ് പറയുന്നത്. ആ മഹാരുദ്രൻ തപസ് അനുഷ്ഠിച്ചിരുന്ന ആ സ്ഥലത്ത് ഈ ക്ഷേത്രം, ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രം പണിയുകയും അതിനടുത്ത് തന്നെ മഹാദേവൻ മാറി മറ്റൊരു ക്ഷേത്രത്തിൽ ആരാധന കിട്ടാൻ വേണ്ടി പ്രതിഷ്ഠിതനാകുകയും ചെയ്തു. അത് മമ്മിയൂരാണ്. അങ്ങനെയുള്ള ഈ കൃഷ്ണ വിഗ്രഹം ഗുരുവും വായുവും ചേർന്നാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് കൊണ്ട് മാത്രം പറയാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യം, ഗുരുബലം ഉണ്ടാകും, നല്ല അറിവുണ്ടാകും. ബൃഹസ്പതി വെച്ചാൽ ഗുരുവാണ്, സർവ്വകാര്യത്തിൻ്റെയും ഗുരുവാണ്. ഗുരുവായൂരപ്പനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല അറിവുണ്ടാവും, പാണ്ഡിത്യമുണ്ടാവും, വാക്ചാതുര്യം ഉണ്ടാവും. ഇത് ഏറ്റവും നല്ല ഒരു ഗുണമായി തന്നെ കരുതണമെന്ന് മാത്രമല്ല, എവിടെയും ഒരു ഗുരുസ്ഥാനീയനായിരിക്കും. 4 പേർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കും, അതിന് യോഗ്യപ്പെട്ടവനായിരിക്കും. ഏത് പ്രശ്നത്തിനും പരിഹാരം നിർദ്ദേശിക്കേണ്ട ബുദ്ധി വൈഭവം ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഗുരുവായൂരപ്പനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഗുണം. ഗുരുവായിരിക്കും എല്ലാവർക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരുത്വം ഉണ്ടാകും. ആ ഗുരുത്വം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്യും. അതാണ് ഒരു ഗുണം. ഇനി രണ്ടാമത്തെ കാര്യം, ഗുരുവും വായുവും ചേർന്നാണല്ലോ. അതിൽ വായു ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, വായുജന്യമായ രോഗങ്ങൾ, വാതജന്യമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ മാറി കിട്ടും. ഭഗവാനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നവർക്ക് ശരീരത്തിൽ വാതജന്യമായിട്ടുള്ള രോഗങ്ങൾ തീർച്ചയായിട്ടും മാറുന്നതിന്, വാതജന്യമായ അസുഖങ്ങൾ, അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തന്നെ വാതാലയേശൻ എന്നാണ് ഭഗവാനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വാതജന്യമായ രോഗങ്ങളൊക്കെ ആ ഗുരുവായൂരപ്പനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായി തീരും. അങ്ങനെയുള്ള രോഗക്ലേശങ്ങൾ, അല്ലെങ്കിൽ അതിന് ശമനമുണ്ടാകും, അതിന് കുറവുണ്ടാകും. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വാതാലയേശനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വാതജന്യ രോഗങ്ങൾക്ക് ഏറ്റവും മാറുന്നതിന് ഏറ്റവും അനുഗ്രഹം നൽകുന്ന ഒരു ഭഗവാനാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ കഥ തന്നെ ഓർക്കുക. വാതരോഗത്താൽ കഷ്ടപ്പെട്ട് ഭഗവാനെ ഭജിച്ച് അവിടെ ഇരുന്ന്, അവിടുത്തെ ആ ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ആ പടിയിൽ ആ തൂണിനോട് ചേർന്നിരുന്ന്
നാരായണീയം എഴുതി പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ വാതരോഗം ഭഗവാൻ ഇല്ലാതാക്കി കൊടുത്തു. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണല്ലോ. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഈ നവഗ്രഹങ്ങളിൽ ബുധന് പറഞ്ഞിട്ടുള്ള ദേവത ശ്രീകൃഷ്ണനാണ്. ആയതുകൊണ്ട് തന്നെ ബുദ്ധിവൈഭവം ഉണ്ടാകും. നല്ല രീതിയിലുള്ള ബുദ്ധിവൈഭവം ഉണ്ടാകുന്നതിനും കൃഷ്ണപ്രീതി ലഭിക്കുന്നതിനും ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഏറ്റവും വിശേഷമാണ്. ബുധന് പറഞ്ഞിട്ടുള്ള സാങ്കേതിക ജ്ഞാനങ്ങൾ, ബുദ്ധിവൈഭവം, എഴുത്ത് പാണ്ഡിത്യം എന്ന് മാത്രമല്ല, എഴുത്തുകുത്ത് കാര്യങ്ങളിൽ സാഹിത്യവാസനയ്ക്ക് ഒക്കെ തന്നെ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് അത് ഏറ്റവും അധികമായിട്ടൊരു വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ ഒക്കുന്നത്. അങ്ങനെ നവഗ്രഹങ്ങളുടെ ബുധപ്രീതിക്ക് വേണ്ടിയിട്ടും കൃഷ്ണനെ തൊഴാം, ഗുരുവായൂർ തൊഴാം. നവഗ്രഹങ്ങളിൽ ബുധന് പറഞ്ഞ ദേവത ശ്രീകൃഷ്ണനാണ്. ആയതുകൊണ്ട് തന്നെ ബുധന് ജാതകത്തിൽ മൗഢ്യമുള്ളവർ, ബുധന് ജാതകത്തിൽ നീചത്വമുള്ളവരെല്ലാം തന്നെ കൃഷ്ണനെ ഭജിക്കുന്ന പക്ഷം അവരുടെ ബുദ്ധി വികാസത്തിനെന്ന് മാത്രമല്ല, അവർക്ക് സാഹിത്യപരമായ കഴിവുകളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നതിനും അതൊക്കെ പരിപോഷിപ്പിക്കുന്നതിനും ഗുരുവായൂർ ദർശനം ഏറ്റവും വിശേഷവും ഗുരുവായൂരപ്പനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും ഒക്കെ തന്നെ വിശേഷമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെറും മൂന്ന് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടന്നൊരു വ്യക്തി ഒരിക്കലും വെറും കൈയായിട്ട് പോകരുത്. ദർശനം നടത്താൻ വേണ്ടി പുഷ്പം, ഫലം, തോയം, എന്തെങ്കിലും ഭഗവാൻ ഇഷ്ടപ്പെട്ടൊരു പുഷ്പമാവാം, അല്ലെങ്കിൽ ഒരു ഫലമാകാം, ജലമാകാം, ഇങ്ങനെ പോകാവൂ. കാരണം അവിടെ നേരത്തെ പറഞ്ഞ ബാലസ്വരൂപനാണ്. ഒരു കുഞ്ഞിനെ കാണാൻ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് പോകത്തില്ല. ആ കുഞ്ഞിന് എന്താണോ ആവശ്യം, കഴിക്കാനാവാം, അലങ്കാരത്തിനാവാം, അത് ധരിക്കാനാവാം, എന്തെങ്കിലും കൊണ്ട് മാത്രമേ പോകാറുള്ളൂ. അതുപോലെ മാത്രമേ ഭഗവാനെ കാണാൻ പോകാൻ പാടുള്ളൂ. വെണ്ണയാവാം, അല്ലെങ്കിൽ നല്ല കദളിപ്പഴമാകാം, അല്ലെങ്കിൽ ഭഗവാൻ ധരിക്കേണ്ട പട്ട് കോണകമാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ 2 തുളസി പുഷ്പമാവാം. അങ്ങനെ വെറും കൈ അല്ലാതെ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സമർപ്പിച്ച് ഭഗവാനെ തൊഴുക, ആരാധിക്കുക. തീർച്ചയായിട്ടും ഗുരുവായൂരിലെ ആ വൈഷ്ണവ സങ്കല്പം, ആ കൃഷ്ണസ്വരൂപം എല്ലാവർക്കും ഒരുപോലെ ധനധാന്യ സമൃദ്ധികൾ നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.